നമ്മുടെ ജീവിതം തീരുമാനങ്ങളാൽ നിറഞ്ഞതാണ്. ഇത് വാസ്തവമാണ്, അല്ലേ? നാം എടുക്കുന്ന ചില തീരുമാനങ്ങളുടെ അനന്തരഫലം ഒരുപക്ഷെങ്കിൽ ഭയങ്കരമായിരിക്കാം. എന്നാൽ 2 തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയത്തില്ല. യേശുക്രിസ്തു പറഞ്ഞത്, മനുഷ്യന്റെ മുമ്പിൽ ദൈവം തമ്പുരാൻ കൊടുത്തിരിക്കുന്നത് 2 വഴിയാണ്. ഒന്ന് വിശാലമായ വഴി, മറ്റേത് ഇടുങ്ങിയ വഴി. 2 വാതിലുകളിൽ ഒന്ന് വീതിയുള്ള വാതിൽ, മറ്റേത് ഇടുക്കമുള്ള വാതിൽ. എന്നിട്ട് യേശു വ്യക്തമായി പറയുകയാണ്, നിങ്ങൾ ഈ ഇടുങ്ങിയ വാതിലിലൂടെ അകത്ത് കടപ്പീൻ. അതൊരു സജഷനല്ല, അതൊരു കൽപ്പനയാണ്. കാരണം വീതിയുള്ള വാതിൽ, വിശാലമായ വാതിൽ നിത്യനരകത്തിലേക്ക് കൊണ്ടുപോകുന്നവയാണ്. നിങ്ങളുടെ ജഡീക താല്പര്യങ്ങളും ലോകത്തിന്റെ മോഹങ്ങളും വിശാലമായ വാതിലിലൂടെ യാത്ര ചെയ്യുന്നതിന്റെ ഭാഗമാണ്. നിങ്ങളുടെ പാപ സ്വഭാവങ്ങളെല്ലാം വിട്ട് ഇടുങ്ങിയ വാതിൽ തെരഞ്ഞെടുക്കുക എന്നാണ് താൻ പറയുന്നത്. എല്ലാ ദിവസവും 100 കണക്കിന് തീരുമാനങ്ങൾ നമ്മൾ എടുക്കും. നാം എടുക്കുന്ന ചില തീരുമാനങ്ങൾ വളരെ ഗൗരവമുള്ളവയാണ്. കാരണം നിത്യസമാധാനത്തിലേക്ക് നയിക്കുന്ന ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് ഈ ഇടുങ്ങിയ വഴിയാകുന്നു. വാസ്തവമല്ലേ? നമ്മുടെ ജീവിതം തീരുമാനങ്ങളാൽ നിറഞ്ഞതാണ്. കർത്താവ് പറയുന്നൊരു കാര്യം, നാം ഒരു തീരുമാനമെടുക്കുക. നിങ്ങൾ വിശാലമായ വഴിയിലൂടെ കടക്കരുത്. സമൂഹം, ലോകം പറയുന്നത് എങ്ങനെയും ഏതു വിധേനയും ജീവിക്കാമെന്നാണ്. എപ്പോഴും വിശാലമായ വഴിയിലൂടെ യാത്ര ചെയ്യുവാനാണ് ആളുകൾ ശ്രമിക്കുന്നത്. കാരണം ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആ വഴിയാണ് നല്ലത്. എന്നാൽ അതിൻ്റെ അവസാനം മരണമത്രേ. നമുക്ക് പിന്നെ രക്ഷപ്പെടുവാൻ വേറൊരു വഴിയും കാണുകയില്ല. വേദപുസ്തകം പറയുന്നു, പാപത്തിൻ്റെ ശമ്പളം അത് മരണമാണ്. അതുകൊണ്ട് സൂക്ഷ്മതയോടെ നമ്മുടെ ചിന്തകൾ, നിഷ്കളങ്കതയോടെ ആ ഇടുങ്ങിയ വാതിലിലൂടെ കടപ്പാൻ നമുക്ക് കഴിയട്ടെ. ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങളും കേട്ടതുകൊണ്ടോ അതിനെപ്പറ്റി പറഞ്ഞതുകൊണ്ടോ ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളായ ആളുകളെ അറിയുന്നതുകൊണ്ടോ സ്വർഗരാജ്യത്തിൻ്റെ അംഗം ആകണമെന്നില്ല. ആത്മീയ കാര്യങ്ങളെപ്പറ്റിയുള്ള അറിവ് ഒരു വ്യക്തിയെ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോകത്തില്ല. അറിവ് നിങ്ങളെ പല വിധത്തിൽ സഹായിക്കുമെന്നാൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ് നിങ്ങൾ എവിടെ എത്തിച്ചേരും എന്ന് നിശ്ചയിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഇടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പീൻ. അങ്ങനെ നിങ്ങൾ കടന്നാൽ നിങ്ങൾ നടന്നു പോകുന്ന വഴി ഇടുങ്ങിയതാണ്, എന്നാൽ അത് നിത്യതയിലേക്ക് നമ്മെ നടത്തുന്നതാണ്. കർത്താവിനോടൊപ്പം യാത്ര ചെയ്യാം. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 098802221957 എന്ന നമ്പർ ഉപയോഗിക്കുക.